അവര് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവരെ തൊടാനായിട്ട് ശത്രുക്കളും ഭൂതപ്രേത പിശാചുകളും വരുമ്പോ അവരെ തകർക്കാനായിട്ട് വീണ്ടും ശ്രമിക്കുമ്പോ ആ ഭക്തൻ മനസ്സുകൊണ്ട് മനമുരുകി വിഷ്ണുമായെ ചാത്തന്മാരെ എന്ന് വിളിക്കണ ഒരു സമയത്തുണ്ടല്ലോ, അവന്റെ തൊട്ടടുത്ത് അതിശക്തനായിട്ടുള്ള പോത്തിന്റെ പുറത്തു വന്നിട്ട് സ്വാമി ഒരു നിപ്പുണ്ട്. ആ സ്വാമി എന്ന് പറയുന്നത് അതിശക്തനായിട്ടുള്ള സ്വാമി ഉണ്ടല്ലോ, ആ കുറുവടി എടുത്തിട്ട് ശത്രുക്കളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ഭക്തനെ തുടരാന്ന് പറഞ്ഞിട്ട് ആ സമയത്തുണ്ടല്ലോ ആ ഭക്തനുണ്ടാകുന്ന ഒരു വികാരമുണ്ട്, അവൻ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എന്നെ സംരക്ഷിക്കാൻ അതിശക്തനായിട്ടുള്ള ഒരു ദൈവമുണ്ട്, എന്റെ കൂടെ വിഷ്ണുമായ സ്വാമിയുണ്ട് എന്ന് അവൻ ബോധ്യപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. അത് സ്വാമി മുന്നിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടല്ല, അവന്റെ ഉള്ളിൽ അവൻ അറിയാതെ തന്നെ ഒരു ധൈര്യം നൽകി, അവനൊരു ശക്തി നൽകി, ആത്മവിശ്വാസം നൽകി. എന്തും എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ചിന്ത അവന് വരുമ്പോഴുണ്ടല്ല, അവിടെയാണ് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെയും ശക്തി ഓരോരുത്തർക്കും കിട്ടണേ. ആ സമയത്താണ് ആ ഭക്തൻ ബാക്കി ഏത് ദൈവമാവട്ടെ ഏത് കാര്യമാവട്ടെ അവരെ മാറ്റി നിർത്തിയിട്ട് ചാത്തൻ എന്റെ കൂടെ എന്ന് വിശ്വസിച്ചിറങ്ങുന്ന ഒരു നിമിഷം. അതാണ് ഇന്നും വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ആരെല്ലാരും കുറ്റം പറഞ്ഞാലും മനുഷ്യന്മാർ തന്നെ, അതിശക്തനായിട്ടുള്ള മനുഷ്യന്മാർ തന്നെ സ്വാമിയുടെ ശക്തി മനസ്സിലാക്കി ബോധ്യപ്പെട്ടവർ സ്വാമിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാ. അതാണ് സ്വാമിയുടെ ശക്തി, അതാണ് സ്വാമി എന്ന വികാരം. വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന അതിശക്തരായിട്ടുള്ള ഓരോ വ്യക്തികളെയും ഓരോ മനുഷ്യന്മാരെയും ബോധ്യപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു ദൈവമാണ്, എനർജിയാണ്, പ്രകൃതി ശക്തിയാണ്, ഇറ്റേണൽ എനർജിയാണ്, കോസ്മിക് എനർജിയാണ്. എന്ത് പേരിട്ട് വിളിച്ചാലും അതൊരു ശക്തിയാണ്. ശത്രുക്കൾ ആരുണ്ടെങ്കിലും വിറയ്ക്കും, ശത്രുവിനെ തകർക്കുമെന്ന് പറഞ്ഞാൽ തകർത്തിരിക്കും, പറഞ്ഞ സമയത്ത് ഇല്ലായ്മ ചെയ്ത് മുന്നിൽ കാണിക്കും ചാത്തൻ. അതാണ് വിഷ്ണുമായ. അങ്ങനെയുള്ള ഒരു ശക്തിയിലേക്ക് നിങ്ങളുടെ ജീവിതം ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്നും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.